എന്റെ കൂടെ നമ്മുടെ രാജേന്ദ്രൻ ചേട്ടനും സന്ധി ചേച്ചിയും തുടരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും രാജേന്ദ്രൻ ചേട്ടന് കലോത്സവ ഓർമ്മകളൊന്നുമില്ല, പക്ഷെ ചേച്ചി ഇങ്ങനെ കലോത്സവ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ പങ്കുവെക്കായിരുന്നു. അപ്പോൾ മകൻ ദിവ്യദർശൻ ഇപ്പോൾ സിനിമയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. അപ്പോൾ മകനെ ഇതുപോലെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ടോ? എങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ ദിവ്യദർശൻ? ആ ഒരു ഓർമ്മയുണ്ടോ ചേച്ചി? ദിവ്യദർശൻ ഈ സ്കൂൾ സിലബസിലല്ല പഠിച്ചത്, ICSE സിലബസ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ ICSE സ്കൂൾസിന്റെ ഇതണക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സൗത്ത് സോണിൽ ആദ്യമായിട്ട് ഓൾറൗണ്ടർ വിന്നർ ആയത് ഒന്ന് പൃഥ്വിരാജ് കുമാരൻ, പിന്നെ രണ്ടാമത് ദിവ്യദർശൻ. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് മോൻ വന്നത്. അപ്പൊ അന്ന് അവിടെ അനൗൺസ് ചെയ്തു സൗത്ത് സോണിൽ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. അവൻ തന്നെ സ്വന്തമായിട്ട് നാടകം എഴുതിയിട്ട് അന്ന് അവിടെ കളിച്ചതൊക്കെ കുട്ടികളൊക്കെ കൂട്ടി. അതിനെല്ലാം അവർക്ക് A ഗ്രേഡ് കിട്ടി. അങ്ങനെ വിന്നർ ആയിട്ടുണ്ട്. വിന്നർ ഓഫ് ദ ഇതായിരുന്നു. പിന്നെ ഇയാള് സ്പോർട്സിലായി. ഇതൊന്നും നമ്മളറിയുന്നില്ല. ഒരു ദിവസം എന്ന് പറഞ്ഞു ഞാൻ സ്റ്റേറ്റ് മത്സരത്തിന് പോകുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ജാവലിൻ ത്രോ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ചോദിച്ചു ഇതെന്താ ജാവലിൻ ത്രോ, അയൺ ബോൾ എറിയുന്ന. അപ്പൊ അവൻ അയ്യോ അമ്മ അത് ഷോട്ട് പുട്ട് എന്ന് പറഞ്ഞു. പോയി സ്റ്റേറ്റിൽ ഫസ്റ്റ്. പിന്നെ വന്ന് പറഞ്ഞു നാഗ്പൂര് പോവാണ് നാഷണൽ ലെവലിൽ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ അവിടെ ഞാൻ ഫോൺ ചെയ്യുക നാഗ്പൂരിലോട്ട്. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫോൺ എടുത്ത്. ഞാൻ ചോദിച്ചു ദിവ്യദർശൻ എവിടെയെന്ന് ചോദിച്ചപ്പം വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അതെനിക്ക് മറക്കാനാവാത്തൊരു അനുഭവം. അപ്പോൾ ഫസ്റ്റാണ് നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. ഓക്കെ. അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പുതിയൊരു അറിവ് തന്നെ ആയിരിക്കും. ചേട്ടാ ഇപ്പം ചേട്ടൻ ഇവിടെ അല്ല പഠിച്ചത്, ഒന്നും ഇവിടെ അല്ല. പക്ഷെ എങ്കിൽ കൂടി ഇപ്പൊ കലോത്സവ വേദികളിൽ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള കലാപരമായിട്ടുള്ള ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചേട്ടന്? ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഇരിക്കുന്നത് ONV സ്മൃതി എന്ന് പറയുന്ന വലിയ ഇതിലാണ്. കാളിദാസ കലാലയത്തിന്റെ എല്ലാമായിരുന്നു അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക കേരളത്തിനെ ONVക്ക് മുൻപ് ONVക്ക് ശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് വിഭജിക്കാം. പക്ഷെ അവരുടെയൊക്കെ ഈ അഭാവം കേരളത്തിലെ സാംസ്കാരിക ലോകത്തിന് വളരെ 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 കാളിദാസ കലാന്തരം എനിക്ക് തോന്നുന്നു ONV സാറിൻ്റെ ഗാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾക്ക് നാടകരൂപം ഇത് ചെയ്തിട്ടുള്ളത് ഞാനാണ്. അദ്ദേഹം മരിക്കുമ്പോൾ എഴുതിയ അവസാനത്തെ കവിതയും ഞങ്ങൾക്ക് വേണ്ടിയാണ് എഴുതിയത്. അതാണ്. അപ്പം ഒരുപാട് ഓർമ്മകളാണ്. കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഓർമ്മകൾ, സ്കൂൾ ഓർമ്മകൾ, കോളേജ് ഓർമ്മകൾ, മകന്റെ ഓർമ്മകൾ. അപ്പോൾ ഈ മകന്റെ ദിവ്യദർശനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ പുതിയൊരു അറിവാണ്. നമുക്കൊരു നടനായിട്ട് മാത്രമേ ദിവ്യദർശനെ അറിയുള്ളൂ, പക്ഷെ ഒരു സ്പോർട്സ്മാൻ കൂടിയാണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കും പുതിയൊരു അറിവ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. രണ്ടുപേരും വന്ന കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളാണ്. തിരക്കുകളുണ്ടെന്ന് അറിയാം. അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ നിന്നും നമ്മുടെ പ്രേക്ഷകരുമായി കുറച്ച് നേരം മാറ്റി വെച്ചതിനും സംസാരിച്ചതിനുമൊക്കെ ചേട്ടാ ചേച്ചി ഒരുപാട് താങ്ക് യു. നന്ദി.